ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ക്ലാസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് റൈറ്റ് അഗെയിൻസ്റ്റ് റോങ് ഡോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിവിടെ റിവിഷൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് വൺ, ഇനി നമുക്കതിലെടുക്കാനുള്ളത് ഒന്ന് റൈറ്റ് ഓഫ് പർട്ടിക്കുലർ ലീനും റൈറ്റ് ഓഫ് ജനറൽ ലീനാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ആദ്യം അതിന് മുമ്പ് നമുക്കിതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അല്ലേ, ടെർമിനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് പറഞ്ഞാൽ ഒരു ഗുഡ്സ് കളഞ്ഞ് കിട്ടുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അപ്പോൾ ആ കളഞ്ഞ് കിട്ടുന്ന വ്യക്തി നമുക്ക് ഫൈൻഡർ എന്ന് വിളിക്കാം. ആ വ്യക്തിക്ക് എന്തിനൊക്കെയുള്ള അവകാശങ്ങളാണുള്ളത്? റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് സ്യൂ ദ സ്പെസിഫിക് റിവാർഡ് ഓഫേർഡ് അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾക്കുള്ള അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? The finder of goods has no right to sue the owner for compensation for trouble and expense voluntarily incurred for preserve the goods and find out the true owner. ഉണ്ടോ? ഫൈൻഡർ ഓഫ് ഗുഡ്സിന് ഹാസ് നോ റൈറ്റ്, ഈ ബോൾഡ് ചെയ്ത് വെച്ച് ശ്രദ്ധിക്കാൻ, നോ റൈറ്റ് ടു സ്യൂ ദ ഓണർ ഫോർ കോമ്പൻസേഷൻ ഫോർ ട്രബിൾ ആൻഡ് എക്സ്പെൻസ് വളണ്ടറിലി ഇൻഗേർഡ് ടു പ്രിസർവ് ദ ഗുഡ്സ് ആൻഡ് ഫൈൻഡ് ദ ട്രൂ ഓണർ. അതായത് ഈ ഫൈൻഡർക്ക് എന്തിനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് സ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഓണറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോകേണ്ടി വന്നു, അങ്ങനെ കുറേ ചിലവുകൾ നമുക്ക് വന്നു അല്ലേ. ആ ചിലവുകളും കാര്യങ്ങളും അതേപോലെ ആ ഗുഡ്സ് പ്രിസർവ് ചെയ്തെക്കാൻ വേണ്ടി നമുക്ക് കുറേ ചിലവുകളും കാര്യങ്ങളൊക്കെ വന്നു. ഈ ചിലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി വന്ന ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഓണർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല. അത് അവിടെ പറയണേ, ഫൈൻഡർ ഓഫ് ഹാസ് നോ റൈറ്റ് ടു സ്യൂ ദ ഓണർ ഫോർ കോമ്പൻസേഷൻ ഫോർ ട്രബിൾ ആൻഡ് എക്സ്പെൻസ് വളണ്ടറിലി ഇൻഗേർഡ് ടു പ്രിസർവ് ദ ഗുഡ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഓണർ. ഓക്കെ, then he may retain the goods against the owner until he receives such a compensation. He may retain the goods against the owner until he receives such a compensation. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗുഡ്സ് പിടിച്ചു വെക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്യൂ ചെയ്യാൻ പറ്റില്ല, പകരം പിടിച്ചു വെക്കാനായിട്ട് പറ്റും. ഇഫ് ദ ഓണർ ഹാസ് ഓഫേർഡ് സ്പെസിഫിക് റിവാർഡ്, എന്നാൽ ഓണർ വല്ല സ്പെസിഫിക് റിവാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ട്, അതായത് സിറ്റുവേഷൻ ഇപ്പോൾ എൻ്റെ ഗുഡ്സ് കളഞ്ഞ് കിട്ടിയെന്ന ആൾക്കാർക്ക് ഞാൻ 10,000 രൂപ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് റിവാർഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. അത്തരം സിറ്റുവേഷനിലേക്ക് ആ സ്പെസിഫിക് റിവാർഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഗുഡ്സ് കണ്ടെത്താൻ വേണ്ടി വന്ന ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും കേസ് കൊടുക്കാനോ ഒന്നിനും പറ്റില്ല എന്ന് അവിടെ പറഞ്ഞു. ഇഫ് ദ ഓണർ ഹാസ് ഓഫേർഡ് സ്പെസിഫിക് റിവാർഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ദ ഫൈൻഡർ മേ സ്യൂ ഫോർ സച്ച് റിവാർഡ് ആൻഡ് റിട്ടേൺ ദ ഗുഡ്സ് അണ്ടിൽ റിസീവ് ഇറ്റ്. അപ്പോൾ എന്താ? റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ടു സ്യൂ ഫോർ സ്പെസിഫിക് റിവാർഡ് ഓഫേർഡ്. അപ്പോൾ മനസ്സിലാക്കി വെക്കാം, എന്തിനു വേണ്ടിയിട്ട് മാത്രമേ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? സ്പെസിഫിക് റിവാർഡിന്. ഈ കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് മേ ബി നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാം. ദെൻ ഫൈൻഡർ ഓഫ് എ തിങ് കോമൺലി സെയിൽ മേ സെൽ ഇറ്റ് അല്ലേ. എപ്പോഴാണ് ഒരു ഫൈൻഡർക്ക് ഒരു ഗുഡ്സ് വിൽക്കാൻ പറ്റുക? സാധാരണ ആൾക്ക് വിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ സിറ്റുവേഷൻ, ഓണർ കനോട്ട് വിത്ത് റീസണബിൾ ഡെലീൻസ് ടു ബി ഫൗണ്ട്, ഓണർ നമ്മൾ കണ്ടെത്തിയിട്ടില്ല, ഓണറെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അതോടൊപ്പം അത് എന്ത് ഗുഡ്സും കൂടി ആയിരിക്കണം? പെറിഷബിൾ ഗുഡ്സും കൂടി ആയിരിക്കണം. ഓണർ റെഫ്യൂസ് അപ്പോൺ ഡിമാൻഡ് ലോഫുൾ ചാർജസ് വിത്ത് ദ ഫൈൻഡർ. നമുക്ക് ലോഫുൾ ചാർജസ് 2/3 കവർ ചെയ്തു, എന്നിട്ടും നമുക്ക് ആരെ കണ്ടെത്താൻ പറ്റുന്നില്ല? ഓണറെ കണ്ടെത്താനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആ ഗുഡ്സ് വിൽക്കാം. വെൻ ദ തിങ് ഈസ് ഡേഞ്ചർ ഓഫ് പെറിഷിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വിൽക്കാൻ പറ്റും. ഇനി ലോഫുൾ ചാർജസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ രീതിയിലേക്ക് 2/3 കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഗുഡ്സ് വിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഓണറെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ഗുഡ്സ് പെറിഷബിൾ ഗുഡ്സ് ആണ്. അതേപോലെ ഈ ലോഫുൾ ചാർജസ് 2/3 എക്സീഡ് ചെയ്ത കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സ് വിൽക്കാനായിട്ട് പറ്റും. ഇനി ലീൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പഠിച്ചതാണ്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ്, ലീൻ കൺസെപ്റ്റാണ്. ലീൻ എന്നുള്ളത് നമ്മൾ കേട്ട ഒരു പരിചയമുള്ള വാക്കാണ്. എന്താ ലീൻ എന്ന് പറഞ്ഞാൽ? ഒരു ഗുഡ്സ് തടഞ്ഞു വെക്കുക, അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കുക? ലീൻ എന്ന് വിളിക്കുക. ലീൻ ഏതൊക്കെ രീതിയിലുണ്ട്? പർട്ടിക്കുലർ ലീനുണ്ട്, ജനറൽ ലീനുണ്ട്. എന്താ പർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞാൽ? പർട്ടിക്കുലർ ലീൻ ഇംപ്ലൈസ് ദ റൈറ്റ്സ് ഓഫ് ബെയിലി ടു റിട്ടേൺ ദ സ്പെസിഫിക് ഗുഡ്സ് ബെയിൽഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട്. അപ്പോൾ എന്താ പർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മളൊരു ആൾ ഏത് ഗുഡ്സിൻ്റെ മോളാണോ ലേബറും സ്കില്ലും ഉപയോഗിച്ചിട്ടുള്ളത്, ആ ലേബറും സ്കില്ലും ഉപയോഗിച്ച ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കിട്ടിയില്ലെങ്കിൽ ആ ഗുഡ്സ് പിടിച്ചു വെക്കുന്നതിനാണ് പർട്ടിക്കുലർ ലീൻ. ഇപ്പോൾ സപ്പോസ് ഒരു ടൈലർ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു, അളവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ 2 ഷർട്ടും കൊടുത്തു. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു അളവിന് വേണ്ടിയിട്ട് ഒരു 2 ഷർട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഷർട്ടൊക്കെ നമ്മൾ കൊടുത്ത അളവിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റിച്ച് ചെയ്തു.
അവസാനം നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് പിടിച്ചേക്കാൻ പറ്റും? ആ ലേബറും സ്കില്ലും ഉപയോഗിച്ച് ഗുഡ്സ് പിടിച്ചേക്കാൻ പറ്റും. അതിനാണ് പർട്ടിക്കുലർലി എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി ഒരിക്കലും ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പർട്ടിക്കുലർലി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പർട്ടിക്കുലർലി ഇംപ്ലൈസ് ദ റൈറ്റ് ഓഫ് ബെയിലി ടു റിട്ടേൺ ദ സ്പെസിഫിക്സ് ബെയിൽഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എ ഡെലിവർ എ റഫ് ഡയമണ്ട് ടു ബി ജ്വല്ലർ ടു ബി എ കട്ട് ആൻഡ് പോളിഷ്ഡ് വിച്ച് ഈസ് അക്കോർഡിംഗ്ലി ഡൺ ബി സെൻഡ് ടു റിട്ടേൺ ദ സ്റ്റോൺ അണ്ടിൽ ഈസ് പെയ്ഡ് ഫോർ ദ സർവീസസ് ആൻഡ് റെൻഡേഡ്. അപ്പോൾ എന്താ ഇവിടെ പറയണേ? എ ഡെലിവേർഡ് റഫ് ഡയമണ്ട് ടു ബി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഒരു റഫ് ഡയമണ്ട് ബി കൊടുത്തു ജ്വല്ലർക്ക് ടു ബി കട്ട് ആൻഡ് പോളിഷ്ഡ് വിച്ച് ഈസ് അക്കോർഡിംഗ്ലി ഡൺ ബി സെൻഡ് ടു റിട്ടേൺ ദ സ്റ്റോൺ. അങ്ങനെ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പിടിച്ചു വെക്കാൻ പറ്റും. അണ്ടിൽ ഈസ് പെയ്ഡ് ഫോർ ദ സർവീസ് റെൻഡേഡ്. അപ്പോൾ ഇത് ഏതിനുള്ള ഉദാഹരണ? പർട്ടിക്കുലർലിനുള്ള ഒരു ഉദാഹരണം. ദെൻ എക്സാമ്പിൾ 2, എ ഗീവ് ക്ലോത്ത് ടു ബി. അല്ലേ, എ എന്ന് പറയുന്ന വ്യക്തി ആർക്ക് ഇത് കൊടുത്തു? ബിക്ക് ഒരു ക്ലോത്ത് കൊടുത്തു. ടൈലർ ടു മേക്ക് ഇൻ ടു എ കോട്ട്. അപ്പോൾ എന്താ? എ ഗീവ് ക്ലോത്ത് ടു ബി, ടൈലർ ടു മേക്ക് ഇൻ ടു എ കോട്ട്. ബി പ്രോമിസ് ടു എ ഡെലിവർ കോട്ട് ആസ് ഓൺ ഇറ്റ് ഫിനിഷ്ഡ് ആൻഡ് ഗീവ് 3 months ക്രെഡിറ്റ് ഫോർ ദ പ്രൈസ്. ബി ഈസ് നോട്ട് ആൻഡ് ടു റിട്ടേൺ ദ കോട്ട് അണ്ടിൽ ഈസ് പെയ്ഡ്. അപ്പോൾ എന്ത് ചെയ്യാന്നുണ്ട്? അവിടെ പൈസ കിട്ടുന്നവരെ നമുക്ക് ഈ പറഞ്ഞ 3 months ക്രെഡിറ്റ് ഫോർ ദ പ്രൈസ്. ബി ഈസ് നോട്ട് ആൻഡ് ടു റിട്ടേൺ ദ കോട്ട് അണ്ടിൽ ഈസ് എ പെയ്ഡ്. അപ്പോൾ എന്താ? എ ഗീവ് ക്ലോത്ത് ടു ബി, ടൈലർ ടു മേക്ക് ഇൻ ടു എ കോട്ട്. ബി പ്രോമിസ് ടു എ ടു ഡെലിവർ ദ കോട്ട് ആസ് ഓൺ ഇറ്റ് ഫിനിഷ്ഡ്. ഗീവ് 3 months ക്രെഡിറ്റ് ഫോർ പ്രൈസ്. ബി ഈസ് നോട്ട് ആൻഡ് ടു റിട്ടേൺ ദ കോട്ട് അണ്ടിൽ ഈസ് പെയ്ഡ്. അപ്പോൾ എന്ത് ചെയ്യാം? പൈസ കിട്ടുന്നവരെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ച് വെക്കാനായിട്ട് പറ്റില്ല. അതായത് എ ഗീവ് ക്ലോത്ത് ടു ബി, Tailor to make in court. B promised to deliver the court. It finished give 3 months credit for the price. B is not intended to return the court until is paid. അപ്പോൾ എന്താ? അവിടെ പിടിച്ചേക്കാനായിട്ട് പറ്റില്ല. കാരണം 3 മാസത്തെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞിട്ടും പൈസ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പിടിച്ചേക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ ഇത്ര കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ ഏതിൻ്റെ മുകളിലാണ് ലേബർ സ്കില്ലിങ് ചെയ്ത് അത് പിടിച്ചു വെക്കുന്നതാണ് ഇത് ഈ പറയുന്ന പർട്ടിക്കുലർലി. എന്നാൽ ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ? അല്ല, ജനറലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോട്ടൽ ബാലൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ക്ലാസ്സിൽ, ഒരു ടോട്ടൽ ബാലൻസ്. ഇപ്പോൾ ഒരാൾ 2 ലോൺ എടുത്തിട്ടുണ്ട്, അതിലൊരു ലോണിൻ്റെ മുകളിലാണ് സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ മറ്റേ ലോണിൻ്റെ പൈസയും കൂടിയും കിട്ടുന്നത് വരെ ആ സെക്യൂരിറ്റി കൊടുത്തത് ലോൺ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സെക്യൂരിറ്റി പിടിച്ചേക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറലിനും പർട്ടിക്കുലറിനും? ജനറലി എന്ന് പറഞ്ഞാൽ നോട്ട് ഓട്ടോമാറ്റിക് ബട്ട് റെക്കഗ്നൈസ് ത്രൂ ആൻ അഗ്രിമെൻറ്റ്. ജനറലിന് ഒരു ഓട്ടോമാറ്റിക് അല്ല. ജനറലി എന്ന് പറയുന്നത് എന്താണ്? ഇല്ലേ, നോട്ട് ഓട്ടോമാറ്റിക് ബട്ട് റെക്കഗ്നൈസ് ത്രൂ ആൻ അഗ്രിമെൻറ്റ്. പർട്ടിക്കുലർലി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഓട്ടോമാറ്റിക്. അപ്പോൾ ജനറലി എന്ന് പറഞ്ഞാൽ നോട്ട് ഓട്ടോമാറ്റിക് അല്ലേ. ജനറലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ്? ഓട്ടോമാറ്റിക്, നോട്ട് ഓട്ടോമാറ്റിക് ബട്ട് റെക്കഗ്നൈസ് ത്രൂ ആൻ അഗ്രിമെൻറ്റ്. പർട്ടിക്കുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഓട്ടോമാറ്റിക്. ദെൻ ജനറലിൻ്റെ കേസ് ഇറ്റ് ക്യാൻ ബി എക്സൈസ്ഡ് അഗൈൻസ്റ്റ് ഗുഡ്സ് ഈവൻ വിത്തൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ ലേബർ ഓർ സ്കില്ല്. ഇറ്റ് ക്യാൻ ബി എക്സൈസ്ഡ് അഗൈൻസ്റ്റ് ഗുഡ്സ് ഈവൻ വിത്തൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് സ്കില്ല്. ലേബർ സ്കില്ല് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറലിയും ചെയ്യാൻ പറ്റും. എന്നാൽ പർട്ടിക്കുലറിൻ്റെ കേസിൽ ഇറ്റ് കം ടു പ്ലേ സിറ്റുവേഷൻ ഇൻവോൾവിങ് എക്സൈസ് ലേബർ ആൻഡ് സ്കില്ല് റെസ്പെക്റ്റ് ഓഫ് ഗുഡ്സ് ബെയിൽഡ്. അപ്പോൾ എന്താ? ലേബറും സ്കില്ല് ഉപയോഗിച്ചതിൻ്റെ മുകളിലാണ് പർട്ടിക്കുലറിയും ചെയ്യാൻ പറ്റുക. Then generally ആർക്കാ പറ്റാം? only such person are specified under section 171. example bankers, factors, wharfingers, policy brokers are entitled to generally. particularly in the case എന്താ? bailey, finder of goods, pledge, unpaid seller, agent, partner are entitled to particularly. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീഡിയോ തുടങ്ങിയിട്ട് ഏതൊക്കെ പറഞ്ഞത് മക്കളെ? എന്താണ് ജനറലിന്, എന്താണ് പർട്ടിക്കുലറിന് നമ്മൾ പറഞ്ഞു അല്ലേ. ജനറലിനെ കുറിച്ച് നമ്മൾ വായിച്ചു നോക്കാം. ജനറലിൻസ് റൈറ്റ് ടു കീപ് ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ബിലോങ് ടു അനദർ അഗൈൻസ്റ്റ് ജനറൽ ബാലൻസ്. കണ്ടോ, ടോട്ടൽ ബാലൻസ് അതാണ് ഉദ്ദേശിച്ചത്. എക്സാമ്പിൾ 1, എക്സ് ബിക്കം ഇൻസോൾവെൻറ്റ്, വൈ ഇസ് അപ്പോയിൻറ്റഡ് ഒഫീഷ്യൽ അസൈൻഡ് ടു റിക്കവർ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഓഫ് എക്സ്. ഇയർ വൈ ആസ് എ ജനറൽ ഇൻ ഓൾ ദ അസറ്റ്സ് ഓഫ് എക്സ്. എല്ലാ അസറ്റും പിടിച്ചേക്കാനായിട്ട് അവിടെ ആർക്ക് പറ്റും? അല്ലേ, വൈക്ക് പറ്റും. എക്സാമ്പിൾ 2, എ ടുക്ക് ലോൺ 5 lakh ഫ്രം ദ ബാങ്ക് അഗൈൻസ്റ്റ് സെക്യൂരിറ്റി ₹7 lakh. ഓൺ ഡിഫോൾട്ടിംഗ് റീപേ ലോൺ ദ ബാങ്ക് സോൾഡ് സെക്യൂരിറ്റി ആൻഡ് റിക്വയർഡ് ഓൺലി 4 lakh ഫ്രം ദ മാർക്കറ്റ്. ദ ബാങ്ക് ക്യാൻ നൗ റിക്കവർ റിമൈനിങ് 1 lakh ദ ജനറലി ഓൺ ദ അതർ അസറ്റ്. വേറെ അസറ്റിൻ്റെ പോകുന്നതാണെങ്കിൽ അത് പിടിച്ചേക്കാൻ പറ്റും. അപ്പോൾ അതാണ് ജനറലി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബാലൻസ് സെറ്റ് ഓഫ് എന്നിവരെ ഏതിൻ്റെ മുകളിൽ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. എന്നാൽ പർട്ടിക്കുലറിന് അങ്ങനെയാണോ? അല്ല, നമ്മൾ ഏതിൻ്റെ മുകളിലാണോ ലേബർ സ്കില്ല് ഉപയോഗിച്ചത് അത് മാത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലഡ്ജ് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ഈ പറയുന്ന പ്ലഡ്ജും. അതും കൂടി നമുക്ക് ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ കേസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. അതിന് ശേഷം നമുക്ക് പിന്നെ ഏജൻസിയാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഏജൻസിൻ്റെ കേസിൽ നമുക്ക് പറയാം. ഓക്കെ,
അത് നമുക്ക് വേറെ ഒരു ഓൺലൈനായിട്ട് തന്നെ വീഡിയോ ചെയ്യാം. പ്ലഡ്ജ് എന്താണ് പ്ലഡ്ജ്? ഡെഫിനേഷൻ: ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ് ഈസ് കാൾഡ് പ്ലഡ്ജ്. അപ്പോൾ എന്താ ഇവിടെ പറയണത് മക്കളെ? ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ് ഈസ് കാൾഡ് പ്ലഡ്ജ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയണത്? ഒരു ഗുഡ്സ് നമ്മൾ ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെക്കുക. സത്യം പറഞ്ഞാൽ പ്ലഡ്ജ് എന്ന് പറയുന്നത് ബെയിൽമെൻറ്റിൻ്റെ പോലെയുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ്സ് നമ്മൾ വെക്കുന്നത് സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതാണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈ പറയുന്ന പ്ലഡ്ജ്. സെക്യൂരിറ്റി ആയിട്ട് ഒരു ഗുഡ്സ് വെക്കുന്നതിന് നമ്മൾ പ്ലഡ്ജ് വെക്കുക. അതായത് ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ലോൺ എടുക്കുമ്പോൾ സ്വർണ്ണം പണയം വെക്കുക. ഓക്കെ, അപ്പോൾ അതൊരു സെക്യൂരിറ്റി. എന്തിന് സെക്യൂരിറ്റിയാണ്? ഒരു കാര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് ഞങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്തു തരാം. അതിന് സെക്യൂരിറ്റി ആയിട്ട് ഒരു ഗുഡ്സ് വെക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്ലഡ്ജ് എന്നുള്ളതുകൊണ്ട് വിളിക്കുക. ദെൻ പാർട്ടീസ് ടു പ്ലഡ്ജ്. ആരൊക്കെയാണ് ഈ പ്ലഡ്ജിലെ പാർട്ടീസ്? ദ പോണർ, ബെയിലർ ഇൻ എ പ്ലഡ്ജ് അല്ലേ? ആരൊക്കെയാണ് ഇവിടെ പറയണത് പാർട്ടീസ്? അപ്പോൾ ഒരു ബെയിൽമെൻറ്റ് തന്നെയാണ് പ്ലഡ്ജ് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് ബെയിൽമെൻറ്റ് തന്നെയാണ്, പക്ഷേ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ആരൊക്കെയാണ് പാർട്ടീസ് ടു പ്ലഡ്ജ്? ബെയിലർ ഉണ്ട്, അഥവാ ബെയിലി ഉണ്ട്. അഥവാ ഇവിടെ ബെയിലറും ബെയിലിയും നമ്മൾ എന്തെന്ന് വിളിക്കും? പോണർ, പോണി എന്ന് വിളിക്കും. ദെൻ എസെൻഷ്യൽ കോൺട്രാക്ട് ഓഫ് പ്ലഡ്ജ്. എന്തൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് പ്ലഡ്ജിലെ പ്രധാന എസെൻഷ്യൽസ്? ദെയർ ഷാൽ ബി ബെയിൽമെൻറ്റ് ഫോർ സെക്യൂരിറ്റി അഗേൻസ്റ്റ് പേയ്മെൻറ്റ് ഓർ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ്. ഞാൻ ഒരു കാര്യം ചെയ്തു തരാം എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഗുഡ്സ് കൊടുക്കണം. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് കൊടുക്കുക. അതാണ് നമ്മളിവിടെ പറയണത്. എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുക? സെക്യൂരിറ്റി. ലോൺ തിരിച്ചു തരാം, ലോൺ എടുത്ത കട ഞങ്ങൾ തിരിച്ചു തരാം എന്നുള്ളതിന് പകരം. സബ്ജക്റ്റ് മാറ്റർ ഓഫ് പ്ലഡ്ജ് ഗുഡ്സ് പ്ലഡ്ജർ ഫോർ ഷാൽ ബി എക്സിസ്റ്റൻസ്. അതൊരു എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആയിരിക്കണം. ദെയർ ഷാൽ ബി ഡെലിവറി ഓഫ് ഗുഡ്സ് പ്ലഡ്ജർ ടു പ്ലഡ്ജി. ദെയർ ഷാൽ ബി ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം പ്ലഡ്ജർ ടു പ്ലഡ്ജി അല്ലേ? പ്ലഡ്ജറിൽ നിന്നും പ്ലഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെയർ ഷാൽ ബി ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം പ്ലഡ്ജർ ടു പ്ലഡ്ജി. ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പോണി. എന്തൊക്കെയാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പോണി? റൈറ്റ്സ് ഓഫ് പോണി അഥവാ പ്ലഡ്ജ്. റൈറ്റ് ടു റിട്ടേൺ ദ പ്ലഡ്ജർ ഗുഡ്സ്. അതിൽ റൈറ്റ് ടു റിട്ടേണിൻ്റെ കേസ് നമ്മൾ പറയണത് എന്താ മക്കളെ? അപ്പോൾ എന്തൊക്കെയാണ് ഒരു പോണിയുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ? വളരെ സിമ്പിൾ ടോപ്പിക്കാണ് നമ്മളിവിടെ പറയുന്നത്. പോണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. ഓക്കെ, ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് പോണിയുടെ അവകാശം? റൈറ്റ് ടു റിട്ടേൺ ദ ഗുഡ്സ്. എടാ, അപ്പോൾ ബാങ്ക് പോയിട്ട് നമ്മളൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു, നമ്മൾ കുറച്ച് സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പൈസ തിരിച്ചടക്കുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ സ്വർണ്ണം പിടിച്ചു വെക്കാനുള്ള അവകാശം ഉണ്ട്. അതന്നെ ഇവിടെ പറയുന്നത്. റൈറ്റ് ടു റിട്ടേൺ. പോണി മേ റിട്ടേൺ ദ ഗുഡ്സ് പ്ലഡ്ജർ നോട്ട് ഓൺലി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിന് മാത്രമാണല്ല, അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും പൈസ കിട്ടാണ്ട്. ചിലപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 10 ലക്ഷം ഉണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് അടക്കം 12 ലക്ഷം കിട്ടാണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും ചാർജസ് കിട്ടാണ്ടാവും, നെസസറി എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ടോട്ടൽ ഈ പോണിയുടെ കയ്യിൽ നിന്ന് അല്ലേ എന്തൊക്കെയാണോ ഈ പറയുന്ന പോണറുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണോ പോണിക്ക് കിട്ടാനുള്ളത് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഗുഡ്സ് പിടിച്ചു വെക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. പോണി മേ റിട്ടേൺ ദ ഗുഡ്സ് പ്ലഡ്ജർ നോട്ട് ഓൺലി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, പെർഫോമൻസ് ഓഫ് പ്രോമിസ്, ബട്ട് ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഓൾ നെസസറി എക്സ്പെൻസ് ഇൻകർഡ് ബൈ ഹിം റെസ്പെക്ട് ഓഫ് ദ പൊസഷൻ ഓർ പ്രിസർവേഷൻ ഓഫ് എ ഗുഡ്സ് പ്ലഡ്ജർ. ദെൻ റൈറ്റ് ടു റിട്ടേഷൻ ഓഫ് സബ്സീക്വൻറ്റ് ഡെപ്റ്റ്. എന്താ റൈറ്റ് ടു റിട്ടൻഷൻ? അപ്പോൾ ഒന്നാമത്തെ എന്താ റൈറ്റ് ടു റിട്ടേൺ. ഇതിനടുത്ത് എന്താ റൈറ്റ് ടു റിട്ടൻഷൻ സബ്സിക്വൻ്റ് ഡെപ്റ്റ്. നമ്മൾ പണയം വെച്ചിട്ടുണ്ട്, ഓക്കെ, പിന്നെയും നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? വേറെയും കുറേ ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണയം വെച്ചിട്ടുള്ള ലോണ്, ഇപ്പോൾ ഫസ്റ്റ് ലോണാണെന്ന് വിചാരിക്കുക, ആ ലോണിൻ്റെ മുകളിലാണ് സെക്യൂരിറ്റി വെച്ചത്, ഓക്കെ, അത് നമ്മൾ ക്ലിയർ ചെയ്താലും സെക്കൻഡ് ലോണിൻ്റെ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി അത് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു വെക്കാനായിട്ട് പറ്റും. പോണി ഹാസ് റൈറ്റ് ടു റിട്ടേൺ ദ ഗുഡ്സ് പ്ലഡ്ജർ ടുവാർഡ് സബ്സിക്വൻ്റ് അഡ്വാൻസസ് സബ്ജക്റ്റ് ടു സച്ച് റൈറ്റ് ബീങ് സ്പെസിഫിക്കലി കണ്ടംപ്ലേറ്റഡ് ഇൻ ദ കോൺട്രാക്ട്. ദെൻ അടുത്ത എന്താ? പോണി റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻക്ലൂഡ്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ആർക്ക് വന്നിട്ടുണ്ട്? എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ആർക്ക് വന്നിട്ടുണ്ട്? പോണിക്ക് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് പോണിക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ പൈസ എന്ത് ചെയ്യാൻ പറ്റും? ആർക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയണത്? പോണിക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും. സാധാരണ ഇപ്പോൾ ഒരു ഗുഡ്സ് സൂക്ഷിച്ച് വെക്കുന്ന ചിലവ് കൂടാതെ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസും എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചെടുക്കാനായിട്ട് പറ്റും. പോണി ഈസ് എൻഡഡ് ടു റിസീവ് ഫ്രം പോണർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻകർഡ് ബൈ ഹിം ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഗുഡ്സ് pledged. Okay, pawn is intended to receive from the pawner extraordinary expense incurred by him for the preservation of a goods pledged. ആ പ്ലഡ്ജ് ചെയ്ത ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പോൺ ഈസ് സെൻഡഡ് ടു റിസീവ് ഫ്രം ദ പോണർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻകർഡ് ബൈ ഹിം ഫോർ ദ പ്രിസർവേഷൻ ഓഫ് എ ഗുഡ്സ് പ്ലഡ്ജ്ഡ്. ഓക്കെ, അപ്പോൾ ആ പ്ലഡ്ജ് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പിടിച്ചു വെക്കാനായിട്ട്, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചിലവുകൾ എക്സ്ട്രാ ഓർഡിനറി വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാ ഞാൻ പറഞ്ഞത്? റൈറ്റ് ടു റിട്ടൻഷൻ സബ്സിക്വൻ്റ് ഡെപ്റ്റ് പറഞ്ഞു, പോണി റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. ദെൻ അടുത്ത എന്താ? പോണി റൈറ്റ് ടു വേർ ദ പോണർ മേക്ക് എ ഡിഫോൾട്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ പോണർ ഡിഫോൾട്ട് ഇല്ല, ലോണൊന്നും തിരിച്ചടക്കുന്നില്ല. അപ്പോൾ ബാങ്ക് നമ്മൾ സ്വർണ്ണം പണം വെച്ച് ലോൺ എടുത്തു, അന്ന് കൃത്യസമയത്ത് തിരിച്ചടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോണിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക?
അത് വിൽക്കാനായിട്ട് പറ്റും അല്ലേ. ഇഫ് എ പോണർ മേക്ക് എ ഡിഫാൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ടൈം, പോണി മേ ബ്രിങ് സ്യൂട്ട് അഗൈൻസ്റ്റ് പോണർ, റിട്ടേൺ ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ്, കൊളാട്രൽ സെക്യൂരിറ്റി ഓർ സെൽ തിങ് പ്ലഡ്ജ്ഡ് ആഫ്റ്റർ ഗിവിംഗ് ദ പോണർ റീസണബിൾ നോട്ടീസ് ഓഫ് ദ സെയിൽ. ഇഫ് ദ പ്രൊസീഡ്സ് ആർ ലെസ് ദാൻ amount due, the poner is still liable for the balance. If the proceeds exceed the amount due, pony shall pay over the surplus to the പോണർ. അപ്പോൾ എന്താ അവിടെ പറയണത്, വിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ വിറ്റിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമാണ് അയാൾക്ക് സംഭവിച്ചത്, ആർക്ക് പോണർക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം എന്ത് ചെയ്യാൻ പറ്റും, ഈ പോണിക്ക് ഒരു മിനിറ്റ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഏതാ, പോണി റൈറ്റ് ടു വെയർ പോണർ മേക്ക് എ ഡിഫാൾട്ട് അല്ലേ. അതായത് ആരെ വീഴ്ച വരുത്തിയത് മക്കളെ, ഈ പറയുന്ന പോണർ എന്ത് ചെയ്തു, വീഴ്ച വരുത്തി. അതായത് പണയം വെച്ചാൽ ലോണൊന്നും തിരിച്ചടക്കുന്നില്ല, പണയം വെച്ച് വന്നിട്ട് ലോണൊന്നും തിരിച്ചടക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അതെടുത്ത് വിൽക്കാം. വിറ്റപ്പോൾ കിട്ടിയ പൈസ കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ആ ഡെഫിസിറ്റ് ഇനി വീണ്ടും മേടിച്ചെടുക്കുക. ഇനി വിറ്റപ്പോൾ കിട്ടിയ പൈസ കൂടുതലാണെങ്കിൽ തൻ്റെ പൈസ എടുത്തിട്ട് ബാക്കി തിരിച്ചെടുക്കണം. അത് അവിടെ പറയുന്നത്. പോണർ മേക്ക് എ ഡിഫാൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ടൈം, പോണി മേ ബ്രിങ് സൂട്ട് അഗൈൻസ്റ്റ് പോണർ ആൻഡ് റിട്ടേൺ ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി ഓർ സെൽ തിങ് പ്ലഡ്ജ്ഡ് ആഫ്റ്റർ ഗിവിംഗ് ദ പോണർ reasonable notice of sale. If the proceeds are less than the amount due, the pawnee is still liable for the balance. If the proceeds exceed the amount due, the pawnee shall pay over the surplus to the പോണർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, പോണർക്ക് കൊടുക്കണം എന്താ പറയുന്നത്, സർപ്ലസ് ആണെങ്കിൽ. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് ഓഫ് എ പോണി. എന്തൊക്കെയാണ് ഒരു പോണിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്? ശ്രദ്ധിക്കട, ഡ്യൂട്ടീസ് ഓഫ് എ പോണി വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയേക്കുക. ടു പേ ദ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ പറയണത്, ഈ പറഞ്ഞ രീതിയിലേക്ക് ഡ്യൂട്ടീസ് ഓഫ് ഓണർ ടു പേ ദ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടീസ് ഓഫ് പോണി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് പ്ലഡ്ജ്ഡ് അല്ലേ. പ്ലഡ്ജ് ചെയ്ത ഗുഡ്സിന് റീസണബിൾ കെയർ കൊടുക്കണം. നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് പ്ലഡ്ജ്ഡ് ഗുഡ്സ്. അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ആ ഗുഡ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. പണയം വെച്ച് സ്വർണ്ണം ബാങ്കുകാർക്ക് ഇട്ടിറക്കാൻ പറ്റുമല്ല. റിട്ടേൺ ദ ഗുഡ്സ്, അയാൾ ലോണൊക്കെ തിരിച്ച് അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സെക്യൂരിറ്റി ആയി വെച്ച സാധനം തിരിച്ചു കൊടുക്കണം. നോട്ട് ടു മിക്സ് ഇറ്റ്സ് ഓൺ ഗുഡ്സ് പ്ലഡ്ജ്ഡ്. അയാളുടെ ഗുഡ്സും നമ്മുടെ ഗുഡ്സും കൂടി മിക്സ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നോട്ട് ടു ഡു എനി ആക്ട് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ടേംസ് ഓഫ് പ്ലഡ്ജ്. പ്ലഡ്ജിൻ്റെ കരാറിന് വിരുദ്ധമായി കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ആൻഡ് റിട്ടേൺ അക്രിയേഷൻ ഓഫ് ദ ഗുഡ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും അക്രിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ. എന്താണ് പോണർ റൈറ്റ്? ആസ് എ ബെയിലർ ഗുഡ്സ് പോണർ ആസ് ഓൾ റൈറ്റ്സ് ഓഫ് ബെയിലർ. ഒരു ബെയിലർക്ക് എന്തൊക്കെ അവകാശം ഉണ്ടോ അത് ആർക്കും കിട്ടും, പോണർക്കും കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ വേറെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എക്സ്ട്രാ ഒരു അവകാശം പറഞ്ഞത് റൈറ്റ് ടു റിഡംഷൻ. എന്താ റൈറ്റ് ടു റിഡംഷൻ? നമ്മൾ പോണർ ഒരു ഗുഡ്സ് പോണിയുടെ മുന്നിൽ പണയം വെച്ചു, ആ സാധനം പോണിയുടെ മുന്നിൽ ആ ലോണൊന്ന് തിരിച്ചടക്കാണ്ട് പോണി അത് എടുത്ത് വിൽക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലോണൊക്കെ തിരിച്ചടച്ചാൽ നമുക്ക് റിക്കവർ ബാക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് റൈറ്റ് ടു റിഡംഷൻ എന്ന് പറയാം. അയാൾ ലോൺ വിൽക്കുന്നതിന് എത്ര മുമ്പ് വേണമെങ്കിലും നമുക്കത് തിരിച്ചെടുക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചെടുക്കുമ്പോൾ അയാൾക്ക് വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളൂ. ദ പോണർ ആൾസോ ഹാസ് റൈറ്റ് ടു റിഡംഷൻ പ്ലഡ്ജ്ഡ് ഗുഡ്സ് ഇഫ് അറ്റ് എ ടൈം ഓഫ് സ്റ്റിപ്പുലേറ്റഡ് പേയ്മെന്റ് ഓഫ് ദ ഡെപ്റ്റർ പെർഫോമൻസ് ഓഫ് പ്രോമിസ് ദ പോണർ മേക്ക് എ ഡിഫോൾട്ട് ടൈം റിഡീം ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ് അറ്റ് എനി ടൈം ബിഫോർ ആക്ച്വൽ സെയിൽ പേയിങ് എനി എക്സ്പെൻസ് അറോസ് ഈസ് ഡിഫാൾട്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫാൾട്ടിന് മുമ്പുള്ള എന്തെങ്കിലും ചിലവോ ഡിഫാൾട്ട് വരുത്തിയത് കാരണം അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ഓണർ ടു പേ ദ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ്. എന്താണ് പോണറുടെ ഡ്യൂട്ടി? നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യണം അല്ലേ. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. ടു പേ ദ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ് ആൻഡ് ടു കോമ്പൻസേറ്റ് ദ പോണി ഫോർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ പ്രിസർവിങ് ദ ഗുഡ്സ്. എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം പോണിക്ക് ഉണ്ടായിട്ടുണ്ട്, ആ ഗുഡ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ടു ഡിസ്ക്ലോസ് ഓൾ ഫാൾട്ട് മേ പുട്ട് ദ പോണി എക്സ്ട്രാ ഓർഡിനറി റിസ്ക്. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി റിസ്കുകൾ പോണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ചിലവുകൾ കൊടുക്കുക എന്നല്ല പറഞ്ഞത്, ഡിസ്ക്ലോസ് ഓൾ ഫാൾട്ട്. എന്തെങ്കിലും ഫാൾട്ടുകൾ ആ ഗുഡ്സിൻ്റെ മുകളിലുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. പോണിക്ക് പറഞ്ഞു കൊടുക്കണം. ടു ഇൻഡിമിനിഫൈ ദ പോണി എനി ലോസ് ഒക്കേസ് ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ദ പോണേഴ്സ് ടൈറ്റിൽ ദ ഗുഡ്സ്. ടു ഇൻഡിമിനിഫൈ ദ പോണി ഇഫ് എനി ലോസ് ഒക്കേസ് ഡ്യൂ ടു ഇൻ ദ പോണേഴ്സ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ആൻഡ് ടു പേ ദ ഡെഫിസിറ്റ് ഇഫ് ദ പോണി സെൽ ദ ഗുഡ്സ് ഡ്യൂ ടു ഡിഫോൾട്ട് ബൈ ദ പോണർ. അപ്പോൾ എന്തൊക്കെയാണ് പറയണത്? ടു ഇൻഡിമിനിഫൈ ദ പോണി എനി ലോസ് ഒക്കേസ്. അപ്പോൾ എന്താ ഇവിടെ പറയണത് മക്കളെ? പോണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, പോണറുടെ ടൈറ്റിൽ ഡിഫക്റ്റീവാണ്, അയാളുടെ ഉടമസ്ഥാവകാശത്തിലില്ലാത്ത സാധനം കൊടുത്തിട്ട് ചിലപ്പോൾ പണം വെക്കുക, മോഷ്ടിച്ച സാധനമൊക്കെ. അത് കാരണം ബാങ്കിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ബാങ്കിന് ഇപ്പോൾ അറിയോ നിങ്ങൾ ഓണറാണോ എന്ന് ചോദിച്ചിട്ടൊന്നല്ല സ്വർണ്ണം പണയത്തിനെടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് പോലീസ് വന്നാൽ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാലും പോണർ കാരണം പോണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. ടു പേ ദ ഡെഫിസിറ്റ് പോണി സെൽ ദ ഗുഡ്സ് ഡിഫാൾട്ട് ബൈ ദ പോണർ. അപ്പോൾ ടു പേ ദ ഡെഫിസിറ്റ്, എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ പോണിക്ക് എന്ത് ചെയ്യണം, നമ്മൾ
അല്ലേ കൊടുത്തിട്ടുണ്ടായിരിക്കണം ഓണർ. ഓക്കെ, പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സെയിൽ ബൈ നോൺ ഓണേഴ്സിൽ പഠിച്ചതാണ്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ നോക്കേണ്ട. അതിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുക. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇപ്പോൾ നമുക്ക് ഒരു സാധനം ത്തിൻ്റെ മുകളിൽ ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്കൊരു 10,000 രൂപ കിട്ടാനുണ്ട്. ഓക്കെ, അവരുടെ ഒരു അസറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഒരു 50,000 രൂപയുടെ അസറ്റ് എൻ്റെ കയ്യിലുണ്ട്. എത്ര രൂപയുടെ അസറ്റ്? ഒരു 50,000 രൂപയുടെ അസറ്റ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മക്കളെ? 50,000 രൂപയുടെ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ 10,000 രൂപ മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് എത്ര രൂപ വരെയാണ് അതിൻ്റെ മുകളിൽ അവകാശമുള്ളത്? 10,000 വരെ. അസറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് ആ അസറ്റിൻ്റെ മുകളിൽ 10,000 വരെ അവകാശമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കത് പണയം വെക്കണേ തന്നെ എത്ര വരെ? 10,000 വരെ പണം വെക്കുക. അതാണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. പ്ലഡ്ജ് ഈസ് വാലിഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ കോണർ. ദെൻ അടുത്ത എന്താ? പ്ലഡ്ജ് ബൈ കോണർ ഇൻ എ പൊസഷൻ. കോണർ മേ ടേക്ക് വാലിഡ് പ്ലഡ്ജ് ഇൻ ഗുഡ്സ് പൊസഷൻ. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചാണ്? സെയിൽ ബൈ നോൺ ഓണേഴ്സിൻ്റെ കേസിൽ പഠിച്ച അതേ ടോപ്പിക് തന്നെ. അവിടെ സെയിലാണെങ്കിൽ ഇവിടെ എന്താ? പ്ലഡ്ജ്. ഇത്രേ ഉള്ളൂ. പിന്നെ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റും പ്ലഡ്ജ് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണെന്ന് വായിച്ചു വയ്ക്കിയാൽ മതി. ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിലുള്ള ഡിഫറൻസ്. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ.